ബറക്കത്തിനൊരു ചരിത്രം പറയുകയാണ്. വലിയ മഹാനും വലിയ കറാമത്തുമുള്ള ആളാണല്ലോ. ബഹുമാനപ്പെട്ടവരുടെ സമീപത്തേക്ക് അതാ വരുന്നു. ഉവൈന എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഖതീബ്, പള്ളിയിലെ ഖതീബാണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നു, വലിയ ഷെയ്ഖാണ് ജമാലുദ്ദീൻ, ഷെയ്ഖ് ജമാലുദ്ദീൻ വന്ന് പറയുന്നു, ഓ അഹ്മദുൽ കബീർ റിഫായി, എന്റെ തൊട്ടടുത്ത വീട്ടിൽ അതാ ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാനുണ്ട്. എന്റെ തൊട്ടടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു 1-ാം നമ്പർ തോട്ടമുണ്ട്. എന്റെ അടുത്ത തോട്ടമാണ്. ആ തോട്ടമൊന്ന് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കുറെ ദിവസമായി ആശിക്കുന്നു. ഞാനതിന് വില പറഞ്ഞിട്ട് അയാൾ വിൽക്കുന്നില്ല. ഷെയ്ഖ് അവറുകളൊന്ന് എന്റെ കൂടെ വന്നിട്ട് ആ തോട്ടമൊന്ന് എനിക്ക് തരാൻ വേണ്ടി പറയണം, വില കൊടുക്കാം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാതെ ബഹുമാനപ്പെട്ടവരിൽ ആ മഹാനെ കാണാൻ, ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇമിനെ കാണാൻ അങ്ങോട്ട് ചെന്നു. നീ നിന്റെ തോട്ടം ഇയാൾക്ക് വിൽക്കണം, കേശ് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് പറഞ്ഞു, അതിന് എത്ര വില പറഞ്ഞാലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഷെയ്ഖേ. എത്ര പറഞ്ഞിട്ടും വിൽക്കുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഒന്നും കൂടി പറഞ്ഞു, നിങ്ങൾ ആ തോട്ടം അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ പറയുന്നത്, നിങ്ങളത് വിറ്റാൽ അദ്ദേഹം വേണ്ട പൈസ ഞാൻ വാങ്ങിച്ചു തരാം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാനത് ഷെയ്ഖ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽക്കാം, പക്ഷേ ഞാൻ പറയുന്ന വില തരണം. ഓ നീ പറയുന്ന വില തന്നേക്കാൻ പറഞ്ഞോളൂ. ഉടനെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ റഹിമഹുല്ല പറയുന്നു, അതിലുബു മിന്നി, അതേ സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം. ദുന്യാവിലെ പണം എനിക്ക് വേണ്ട, സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം. അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തരാം. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചോരു തോപ്പ് അയവിലേക്ക് തരുമോന്ന് കേട്ടോവർ, ദുന്യാവിലുള്ള മുതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. അതേ റിഫായി മാലയിൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ സൂചന. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദുന്യാവിലൊന്നും വേണ്ട, തോട്ടം ഞാൻ വിൽക്കാൻ പറ്റിയ സ്വർഗത്തിൽ മാളിക തരണം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി അങ്ങ് കേട്ടപ്പോ ശരീരത്തിന്റെ കളറങ്ങ് മഞ്ഞളിച്ചു പോയി. ഉടനെ തന്നെ ഒരൽപ്പം ചോപ്പ് സംഭവിച്ചതുപോലെ തോന്നി. ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനതിനാരാണ് മോനെ? എന്ത് ഞാനതിനാരാണ്? വലദീ മൻ അന ഹീന തത്ലുബു മിന്നി ഹാദാ ഹത്താ തത്ലുബ മിന്നി ഹാദാ, സ്വർഗത്തിലെ മാളിക തരണമെന്ന് എന്നോട് പറയാൻ ഞാനാരാണടോ? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ റഹിമഹുല്ലാഹ് പറയുന്നു, അതുലുബു മിന്നി മമാറത്ത മിനദ് ദുനിയാ, ഞാൻ മറ്റൊന്നും ആശിക്കുന്നില്ല, എനിക്കതല്ലാതെ മാ ഉരീദു ശൈഅൻ മിനദ് ദുനിയാ സിവാ മാ ദകർതു, നിങ്ങൾ വേറൊന്നും എനിക്ക് തന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വർഗത്തിൽ മാളിക തരുമെങ്കിൽ ഞാൻ ഈ തോട്ടം അദ്ദേഹത്തിന് കൊടുത്തേക്കും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി സ്വന്തം ആവശ്യത്തിനല്ല ചോദിക്കുന്നത്, പാവപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ റിഫായി തലയും താഴ്ത്തി അവിടെ ഇരുന്നു. ആ ഇരുത്തം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു, ഇസ്മായിൽ ഖദിസ്തറൈതു മിങ്കൽ ബുസ്താന ബിമാ തലബ്ത, കച്ചവടമടിച്ചു, സ്വർഗത്തിൽ മാളിക ഞാനങ്ങ് തരും, ഞാൻ വിൽപ്പന ഉറപ്പിച്ചു. അല്ലാഹുവിങ്കൽ നീ ഇൽഹാം കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ്, അല്ലാഹുവിങ്കൽ അറിവ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചിലരുണ്ട്, അവർക്ക് ഖൽബിൽ അല്ലാഹു തആല ചില വിവരങ്ങൾ അങ്ങ് കൊടുക്കും. അത് ശറഇന്റെ നിയമത്തിന് എതിരാവൂല. ശറഇന്റെ നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും സംഗതി ഔലിയാക്കൾക്ക് മനസ്സിലായതാന്ന് പറഞ്ഞാൽ വലിച്ചെറിയണമെന്ന ഔലിയാക്കൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നിസ്കരിക്കണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞാൽ ശൈത്താനാ തോന്നിപ്പിച്ചത്, അല്ലാഹല്ല, മലക്കുകളല്ല. അപ്പൊ നല്ല കാര്യം തോന്നിപ്പിച്ചാൽ ശറഇന്
അതിന് തെറ്റില്ലാത്ത കാര്യം തോന്നിപ്പിച്ചാൽ വിരോധമില്ല. അഹ്മദുൽ കബീർ ദിഫായി തങ്ങളുടെ മനസ്സിൽ അള്ള വിവരം അങ്ങ് കൊടുത്തു, നിങ്ങൾ ഏറ്റെടുത്തോ, ഞാൻ കൊടുത്തോളാം. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. മഹാന്മാരെ കൂടെയാണ് അല്ലാഹു ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കും, അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ആവശ്യമുള്ള അല്ലാഹു കൊടുക്കും. അങ്ങ് അല്ലാഹു ഏറ്റെടുത്ത മഹാന്മാരാണ്. ആ മഹാന്മാരിൽ വലിയ പ്രമുഖനാണ് സയ്യിദി അഹ്മദുൽ കബീർ റിഫായി. അല്ലാഹുവേ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ കാണാൻ ഭാഗ്യം തരണം റഹ്മാനേ. നിന്റെ ഔലിയാക്കളെ പ്രിയം വെച്ചതല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. നീ അവരെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. അവരെ കൂടെ ഞങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഏറ്റെടുത്തു, സ്വർഗത്തിൽ നിനക്ക് മാളിക തരാം. ഇസ്മായിൽ ബിൻ മുഅല്ലിം റളിയല്ലാഹു അൻഹു മറുപടി, പറ്റൂല, എനിക്കത് ഗ്യാരണ്ടി എഴുതിയെങ്കിൽ തരളും. നിങ്ങളെ കയ്യക്ഷരത്തിൽ എഴുതിയെങ്കിൽ തരളും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി പറഞ്ഞു, കടലാസ് കൊണ്ടുവാ. കടലാസ് കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ വസ്തറ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിം മിൻ അബ്ദുൽ ഫഖീർ ഹഖീർ അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി ضامن له على كرم الله تعالى قصرا في الجنة تحفه 4 حدود. الأول إلى جنة يدن، الثاني إلى جنة المأوى، الثالث إلى جنة الخلد، الرابع إلى جنة الفردوس بجميع حوره وولدانه وفرسه وأسرته وأنهاره وأشجاره وبستانه في الدنيا والله له شاهد وكفيل. എക്രിമന്റെ വാചകമാണ്. ബിസ്മില്ലാ എഴുതിയതിനു ശേഷം എഴുതുന്നു, പാവപ്പെട്ട സാധുവായ ഹഖീറായ ഫഖീറായ അടിമയായ അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി ജാമ്യം നിന്നുകൊണ്ട് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നമിൽ നിന്ന് വാങ്ങുന്നു. അതേ അദ്ദേഹത്തിന് കൊടുക്കാതെ പറഞ്ഞ് ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മാളിക കൊടുക്കാമെന്നാ പറയുന്നത്. അതിന് 4 അതിരുകളുണ്ട്. ജന്നത്ത് അതിനുണ്ട്, ജന്നത്തുൽ മഅവയുണ്ട്, ജന്നത്തുൽ ഖുൽദുണ്ട്, ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്. ആ മാളികയിൽ ഹൂറുൽ ഈങ്ങളുണ്ട്. ആ മാളികയിൽ ചെറിയ കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, വിരിപ്പുകളുണ്ട്, കട്ടിലുകളുണ്ട്, നദികളുണ്ട്. ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട്, നല്ല തോട്ടങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ്. അല്ലാഹ് ഇതിന് സാക്ഷിയാണ്, അല്ലാഹ് ഇതിന് ജാമ്യക്കാരനാണ്. ഈ കത്തെഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു. എഴുതിയ കത്ത് എഴുതിയിട്ട് ചുരുട്ടിയിട്ടങ്ങ് കൊടുത്തു. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കൊടുത്തപ്പോ ഇസ്മായിൽ ശൈഖ് അവറുകൾ ഏറ്റെടുത്തു. അപ്പൊ തന്നെ സ്വത്ത് വിട്ടുകൊടുക്കണ്ടേ? നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് നോക്കുമ്പോ അവിടുന്ന് മക്കൾ ഇങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട്. മക്കളെ വിളിച്ചു പറഞ്ഞു, വരൂ മക്കളെ, എല്ലാവരും ഇറങ്ങിക്കോളൂ, തോട്ടം ഞാൻ വിറ്റുപോയി. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞിട്ട് വിറ്റതാ. ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നല്ല, ബാപ്പ അങ്ങനെ വിറ്റാ നമ്മൾ സമ്മതിക്കൂല, ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ടാകേണ്ട തോട്ടമാണിത്, ബാപ്പ എന്നെങ്ങനെ വിറ്റത്? ഉടനെ തന്നെ ബാപ്പന്റെ മറുപടി, വെറുതെ വിറ്റതല്ല മക്കളെ, സ്വർഗത്തിൽ മാളിക കിട്ടിയിട്ട് വിറ്റതാ. തന്നത് ചില്ലറക്കാരനല്ല, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി അല്ലാഹ് തരുമെന്ന് മൂപ്പരേറ്റെടുത്തതാണ്, അങ്ങനെ വിറ്റതാണ്. ഉടനെ തന്നെ മക്കൾ പറഞ്ഞു, എന്നാ ബാപ്പ ഞങ്ങൾക്കും അതിൽ കൂറുകളും. ബാപ്പ കൊടുക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി കൊടുക്കുമ്പോ മക്കള് തടഞ്ഞു വെക്കുകയല്ല, ഭാര്യ തടഞ്ഞു വെക്കുകയല്ല. കൊടുക്കുന്നവരെ തടയുന്ന ഭാര്യമാരില്ലേ, ഭാര്യ കൊടുക്കുമ്പോൾ തടയുന്ന ഭർത്താക്കന്മാരില്ലേ, മക്കള് കൊടുക്കുമ്പോൾ തടയുന്ന ബാപ്പാരില്ലേ, ബാപ്പ കൊടുക്കുമ്പോൾ തടയുന്ന മക്കളില്ലേ. മക്കള് പറയുന്നത് സ്വർഗത്തിലെ അമ്മക്കും കൂറുകളും ബാപ്പ കൊടുക്കുന്ന ഈ വിരോധമില്ല. ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾക്കും അതിൽ കൂറ് തന്നെ. ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി തോട്ടം ഏൽപ്പിച്ചു കൊടുത്തു. കയ്യിലുള്ള കത്തി എല്ലാവർക്കും മക്കൾക്ക് കാണിച്ചു കൊടുത്തു. ഫഹുവലീ വലക്കും വല്ലാഹു അലാ മാ നഖൂലു വകീൽ. അല്ലാഹയാണ് നമ്മൾ പറയുന്നതിന് മുഴുവനും ഏറ്റെടുക്കുന്നവൻ, നിങ്ങൾക്കും കൂറാണിത്. ഫറദു വനസലു, എല്ലാവർക്കും തൃപ്തിപ്പെട്ടുപോയി. ഖതീബ് ജമാലുദ്ദീൻ റഹിമഹുല്ലാ തോട്ടം കൈവശത്തിൽപ്പെടുത്തി. അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള തോട്ടമാണ്. മക്കളതായി മഹാനായ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിം റളിയല്ലാഹു അൻഹു മക്കളോട് വസിയത്ത് ചെയ്ത്, ഞാൻ മരിച്ചാൽ അഹ്മദുൽ കബീർ റിഫായി എന്ന എഗ്രിമെന്റിന്റെ കടലാസ് എന്റെ കഫൻ തുണിയിൽ വെച്ചിട്ട് മറവ് ചെയ്യണം കേട്ടോ. മക്കളെ പറഞ്ഞതുപോലെ തന്നെ ബാപ്പ മരണപ്പെട്ടപ്പോ ആ പറഞ്ഞതുപോലെ തന്നെ മറവ് ചെയ്തതിന് ശേഷം അത് മറവ് ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയിൽ ഈ എഗ്രിമെന്റിന്റെ കടലാസം വെച്ചിട്ട് കഫൻ ചെയ്തു.
സഹോദരന്മാരെ, അങ്ങനെ കത്ത് കൊടുത്തത് അതിൽ മറവ് കത്തുക, കഫൻ തുണിയിൽ വെച്ച് മറവ് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മിനൽ ഓതി പിറ്റേ ദിവസമായപ്പോ ഈ മക്കള് സിയാറത്തിന് വേണ്ടി ബാപ്പന്റെ കബറും വെറുത്തുന്നു പോയി. ചെന്ന് നോക്കുമ്പോ വജദു അലാ ഖബ്രിഹി മക്തൂബൽ, ആ കബറിന്റെ മുകളിലൊരു എഴുത്ത് കാണുന്നു. എഴുത്തങ്ങനെ തന്നെ കൊണ്ടുവന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഏൽപ്പിച്ചു. അതാണ് നിങ്ങൾക്ക് കാണാം, ദുനിയാവിലുള്ള മുതലെന്നിന് വേണ്ടാന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. 4 സ്വർഗം അതിരി വെച്ചുകൊണ്ട് സ്വർഗത്തിലെ മാളിക കൊടുത്തു. മവാഅദീനിന്നും ഫിർദൗസ് ഖുൽദിന്നും മർഹത്തവർക്കന്ന് ഖുദ്റത്തിൽ വന്നോവർ. മനീദം ഖത്ത് ഖാബിറിൻ പുറത്തിന് മക്കൾ എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. കത്തെടുത്ത് കൊണ്ടുവന്ന് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കയ്യിൽ കൊടുത്തു. അത് പൊളിച്ച് വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലുള്ളത് ഖുർആനിൽ നിന്നൊരായത്താണ്. ആയത്തിന്റെ ഭാഗമാണ്. ആയത്തെന്താണ്? ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിനും സ്വർഗത്തിനും വേണ്ടി കൊടുത്താൽ അല്ലാഹ് സ്വർഗം തരുമെന്ന് പറഞ്ഞതല്ലേ. ആ റബ്ബ് അവന്റെ വാഗ്ദത്വം ഹക്കായ നിലക്ക് നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതറിയിക്കുന്ന കത്താണ്. ആ കത്താണ് എടുത്തുകൊണ്ടുവന്ന് ശൈഖിന്റെ കയ്യിൽ കൊടുത്തത്. മനീന്തം ഖത്ത് ഖാബിറിൻ പുറത്തിന് മക്കള് എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. സഹോദരന്മാരെ, ഈമാനുകളും എന്ത് കൊടുക്കുമ്പോഴും ഈമാനുകളും അല്ലാഹ് തരും, അല്ലാഹ് തരും, ദുനിയാവിലും തരും ആഖിറത്തിലും തരും. ഈ ചിന്തയോടെ അല്ലാതെ ഒന്നും കൊടുത്തു പോകരുത്. നന്നായി നല്ല നിലക്ക് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സഹോദരങ്ങളെ, എന്തിനാ ഇനി കൂടുതൽ പറയണത്? ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴും ഇതൊക്കെ പറയണുണ്ടോ? സഹോദരങ്ങളെ, ഇത് നൂറ്റാണ്ട് മുമ്പുള്ള കഥയും വാദമൊന്നുമല്ല. 2005 അവസാനം 30-ാം തീയതിയത്തെ പ്രസംഗ നിങ്ങൾ ആലോചിച്ച് നോക്കണോ? ഈ നൂറ്റാണ്ടിൽ പോലും ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞ് ഇത് കേട്ടിട്ട് വിശ്വസിച്ച് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പോയി എത്ര സാധുക്കൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണോ? സ്വർഗം എന്ത് സ്ഥല കച്ചവടം നടത്തുന്ന പോലെ എഗ്രിമെന്റ് എഴുതി മേടിച്ച് നടത്തുന്ന സമ്പ്രദായം ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ ആണോ? ഓരോരുത്തർക്ക് ഓരോ തോന്നിയതുപോലെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. സ്വർഗം എഴുതി കൊടുക്കുക, നരകം എഴുതി കൊടുക്കുക. ഇങ്ങനെ സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ? ഇതൊക്കെ തരീക്കത്തിന്റെ പേരിൽ ഇവിടെ എഴുതി വെച്ചതാണ്. തരീക്കത്തിന്റെ പേര് എഴുതി വെച്ചതാ. എന്നിട്ട് അതിലും പറ്റി രസം എന്താണെന്നറിയോ? അവിടുന്ന് കത്ത് വന്നു കബറിന്ന് കത്തി കൊണ്ട് വന്നപ്പോ അതിനകത്ത് എഴുതി വാചകം എന്താണെന്നറിയോ? തീർച്ചയായും നമ്മുടെ റബ്ബ് വാഗ്ദാനം ചെയ്ത് ഞാനിതാ എത്തിച്ചിരിക്കുന്നു, എനിക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു എന്ന വാചകമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത്. സാധു ഖുർആനിൽ ആയത്ത് നോക്കിയിട്ടുണ്ടോ? ഖുർആനിൽ ആയത്ത് നോക്കിയിട്ടുണ്ട്. ആയത്തിൽ എന്താണെന്നറിയോ? വനാദാ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബന്നാർ. സ്വർഗത്തിലെ ആളുകൾ നരകക്കാരെ വിളിച്ചിട്ട് പറയുമെന്ത്? ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് ഇതാ എത്തിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ആൾക്കാരെ നരകത്തിലെ ആൾക്കാരെ വിളിച്ച് പറയുന്ന വാചകാണത്. അത് കബറിക്കിടന്ന ആള് റിഫായി ശൈഖിനോട് പറഞ്ഞതാ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണോ? നരകത്തിൽ കിടക്കുന്ന ആളുകളോട് സ്വർഗക്കാര് പറയുന്ന വാചകം കബറിക്കിടന്ന ആള് റിഫായി ശൈഖിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ റിഫായി ശൈഖ് പോയി തന്നെ അർത്ഥോ? ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകല് കേട്ടോരേ മുഷിന്തോവര് സ്വർഗമേനിക്കും എൻപയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവര് അവർക്കന്ന് 4 സുവർക്കം കൊടുത്താര് ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവര്. അങ്ങനെ 9 മാസം പൂർത്തിയായി. 10-ാം മാസമായി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോരണം. ഈ സാധനത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് പോകണ്ടേ? പോകൂല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കാണ്. എന്തെടങ്ങേറാണിത്? സമയമായി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോകൂല. അതാ പോകാത്ത? ഇപ്പൊ തന്നെ എനിക്ക് സ്വർഗം തന്നെ. എനിക്ക് മാത്രമല്ല, എന്റെ ബയ്യിൽ തുടർന്ന ആൾക്കാർക്ക്, എന്റെ ബയ്യാൾ തുടർന്നവർക്ക്, എന്റെ വഴി പിമ്പറ്റി എന്റെ മുരീതന്മാർക്കുള്ള സ്വർഗം ഇപ്പൊ തന്നാലേ ഞാൻ ഇറങ്ങുള്ളൂ. സുബ്ഹാനല്ലാഹ്, മൂപ്പര് അവിടെ തന്നെ ഇരിക്കാണ്. എല്ലാരും ഇങ്ങനെ ഇറങ്ങി പോരല.
അവസാനം പടച്ചോമ്പരാൻ തന്നെ വിചാരിച്ചത് എന്ത് ചെയ്യും ഈ ഇടങ്ങേറ്. അവസാനം അള്ളാഹു തന്റെ മറ്റു തീരുമാനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്കന്ന് 4 സുവർക്കം കൊടുത്താറ് ഉടനെ ദൂരിയാവിൽ പിറന്ന് വളർന്നോവര്. പടച്ച തമ്പുരാൻ 4 സ്വർഗം മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ചിട്ട് റിഫായിന് കൊടുത്തു. 4 എണ്ണം പിടിച്ചോ, ആപ്പാട് 8 എണ്ണേ ഉള്ളൂ. അതിന് 4 എണ്ണം നേരെ പകുതിയും മേടിച്ച മൂപ്പരിവിടെ വന്നത്. അതുകൊണ്ട് കഥ നിർത്തിയിരുന്നെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. കഥ അവിടെ നിർത്തലില്ല. നേരെ മറിച്ച് മൂപ്പരിങ്ങനെ വന്ന് നാട് വിറ്റാൻ നടക്കുവാണ്. അപ്പൊ വേറൊരാൾക്ക് വേണ്ടിയാന്ന് മൂപ്പർക്ക് വേണ്ടിയെന്നൊക്കെ കഥയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ, ആർക്ക് വേണ്ടിയാണെങ്കിലും ഒരു തോട്ടം കണ്ടു. ഇസ്മായിലിക്കാന്റെ തോട്ടം കണ്ടു. തോട്ടം കണ്ടപ്പോ മൂപ്പർക്ക് ഒരു ആഗ്രഹം, ആ തോട്ടം കൈക്കലാക്കണം. അങ്ങനെ ഇസ്മായിലിക്കാന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എന്ത് ഇസ്മായിലെന്നോരിൽ ചോദിച്ചൊരു തോപ്പ് ആയ വിലക്ക് തരുമോന്ന് കേട്ടോവര്. ദുനിയാവിലുള്ള മുതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കമായി 4 സുവർക്കം കൊടുത്തോവര്. ഏയ് ഇസ്മായിലിക്കാരുടെ തോപ്പ് വെച്ചപ്പോ ഇസ്മായിലിക്കാന്റെ അടുത്ത് മുതലാക്കി. കാരണം റിഫായി എന്തെങ്കിലും ആഗ്രഹിച്ച കൊണ്ടേ പോകുന്നു ആർക്കറിയാം? ഇസ്മായിലിക്കറിയാം. കാരണം ഗർഭാശയത്തിൽ വെച്ച് അള്ളഹാനോട് സമരം നടത്തി സ്വർഗം മേടിച്ച ആളാ. പിന്നുണ്ട് ഈ തോട്ടോ. അപ്പൊ ഇസ്മായിലിക്ക മുതലാക്കിയിട്ട് പറഞ്ഞു, ദുനിയാവിലുള്ള 5 പൈസക്ക് ഞാൻ തരൂല. അപ്പൊ റിഫായ് ശൈഖ് പറഞ്ഞു, എങ്കിലൊരു പണി, എനിക്ക് അടച്ചും ഗർഭാശയത്തിൽ വെച്ചിട്ട് 4 സ്വർഗം തന്നിട്ടുണ്ട്. ആ 4 സ്വർഗം നിങ്ങൾക്ക് ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്മായിലിക്കാക്ക് സ്വർഗം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ച് എഴുതി വെച്ചതാണ് തരീക്കത്തിന്റെ ആൾക്കാര്. ഈ തരീക്കത്ത് വാദികൾ എഴുതി വെച്ചതാണ്. അങ്ങനെ സ്വർഗം കൊടുത്തിട്ട് തോട്ടം വാങ്ങി, കശുവണ്ടി തോട്ടം വാങ്ങി. അവിടെ നിന്നെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. എന്തെടുത്തറിയോ? ഇസ്മായിലിക്ക കൊണ്ടുപോയിട്ട് മക്കൾക്ക് ഓഹരി വെച്ചു 4 എണ്ണം. ഇസ്മായിലിക്ക മക്കൾക്ക് ഓഹരി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഇസ്മായിലിക്ക മരിച്ചുപോയി. അങ്ങനെ ഇസ്മായിലിക്ക മരിച്ചുപോയി കഴിഞ്ഞപ്പോ എന്തെടുത്തറിയോ? പിറ്റേ ദിവസം ഈ ഇസ്മായിലിക്കയെ കബറടക്കിയിട്ട് മക്കള് കബറിന്റെ സമയത്ത് നോക്കുമ്പോ എന്താണെന്നറിയോ? മാനീതം കത്ത് കാബറിൻ പുറത്തുനിന്ന് മക്കളെടുത്തോലി കയ്യിൽ കൊടുത്തോവര്. അവിടെ ചെന്നപ്പോ ഒരു കത്ത്, ഒരു ഫാക്സ് വന്നിരിക്കാണ്. എവിടെ? കബറിന്റെ മുകളില്. കബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഫാക്സ് പുറത്തേക്ക്. എന്താ ഒരു കത്ത്? എന്താണെന്നറിയേ? അതേ റിഫായി, നിങ്ങൾ പറഞ്ഞ സ്വർഗം ഉണ്ടല്ലോ, അത് ഇവിടെ ഓക്കെയാണ്, എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കബറിൽ നിന്ന് ഒരു ഫാക്സ് പുറത്തേക്ക് വന്നു എന്ന് മാല കിതാബിൽ എഴുതി വെച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ പറയുമ്പോ ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് നാണം തോന്നണില്ലേ? ഇത് പറയുമ്പോ എനിക്ക് നാണുണ്ട്. ഈ വലിയ സ്റ്റേജൊക്കെ കെട്ടിയിരുന്നിട്ട് ഈ രൂപത്തിലെ പാട്ടും കഥയൊക്കെ പറഞ്ഞ് ആർക്കാ നാണം വരാത്തത്? മനസ്സിലായോ? ഇത്രമാത്രം ഇസ്ലാമിക വിരുദ്ധമായ ആശയം എഴുതി വെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് തരീക്കത്ത്. എന്നാൽ ഈ തരീക്കത്തിനെ ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ, അതും ഏത് കഥയെ? ഞാൻ ഇപ്പൊ പറഞ്ഞ കഥ വല്ല സുഖം ഉണ്ടാ കഥ കേട്ടിട്ട് ഇല്ലല്ലോ. ഈ കഥ പറഞ്ഞ് ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകളോ, ശൈഖുനമാര്, മൗലാനല്ലേ, ഇത് കുടിയാനെങ്കിലും ആട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിരുദ്ധമായ ആദർശം ആര് പറഞ്ഞാൽ അതിനെതിരെ ചോദ്യം ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ